ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ജിനോക്കുട്ടിയുടെ UKGയിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ജൂൺ 10 സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇവർക്ക് ഇന്ന് ഫെസ്റ്റാണ്, KG ഫെസ്റ്റ്. അപ്പം നല്ല ഉറക്കമാണ് ആൾ. ഞാൻ പതിയെ എണീപ്പിക്കുകയാണ് കേട്ടോ. കുറേ നാളത്തിൽ പോണേണ്ട ടെൻഷനും വിഷമമൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ പതിയെ അമ്പലത്തിൽ പോവാന്നൊക്കെ പറഞ്ഞ് എണീപ്പിക്കുകയാണ്. ഞാൻ എന്നിട്ട് വേഗം കുളിപ്പിച്ചു ആളെ. കാരണം 6:45 നമ്മുടെ അമ്പലത്തിൽ വിളക്കെത്തിക്കാൻ വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കുകയാണ്. ജിനോക്കുട്ടി കുളിച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ തറവാട്ടമ്പലത്തിൽ പോയി എന്ത് സന്തോഷവും വിശേഷങ്ങളും നല്ല കാര്യവും വന്നാലും നമ്മൾ അന്നത്തെ ദിവസം തറവാട്ടമ്പലത്തിൽ പോയി തൊഴും. അപ്പോൾ 6:45 വിളക്കെത്തിക്കാനായിട്ട് ആൾ വരും. അപ്പോൾ നമ്മൾ ആ സമയം നോക്കി പോവുകയാണ്. അപ്പോൾ 2-2.5 മാസത്തിൽ കൂടുതൽ ജിനോക്ക് വെക്കേഷൻ കിട്ടി എൻ്റെ കൂടെ ഉണ്ടായി. ഇപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും വിഷമം. അവനേക്കാളും കൂടുതൽ ഞാൻ ഏട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഏട്ടൻ പറയുമ്പോൾ സാറില്ല, എല്ലാവരും ഇങ്ങനെയാണ്. അവന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഭക്ഷണം കഴിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ പ്രശ്നമൊന്നും കഴിഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഇത്തവണ എഴുത്തൊക്കെ വരുമ്പോൾ അതിൻ്റേതായ കുറുമ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് വേഗം ഭക്ഷണം കൊടുക്കണം. അമ്മ രാവിലെ ഞങ്ങൾക്ക് വേണ്ട വെള്ളയപ്പവും ചിക്കൻ കറിയും പിന്നെ മോന് വെള്ളയപ്പം പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇഡ്ഡലിയും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവന് അധികം എരിവുള്ള കറികളൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് അവന് മാത്രമായിട്ട് തക്കാളിക്കറി ആക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു കണക്കിന് വേഗം എന്തൊക്കെയോ കഷ്ടപ്പെട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളത് വേഗം വെള്ളയപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. പിന്നെ അതേ ആളെ കുളിപ്പിച്ച് റെഡിയാക്കി പുതിയ ബാഗും കുടയൊക്കെ ആയി പോണതിന് മുന്നേ വീട്ടിൽ അമ്മനെയും അച്ഛനെയും, അതായത് എൻ്റെ അച്ഛനമ്മ പിന്നെ ഞങ്ങളുടെ അമ്മായി അവൻ്റെ അമ്മായിനെയൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് പോവുകയാണ്. ജനിച്ച് നാളെ മുതലേ തുമ്മാണ്. വയറ്റിൽ നിന്ന് എടുത്തപ്പോൾ തുമ്മൽ തുടങ്ങിയതാണ്. ഇപ്പോഴും തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവൻ്റെ അച്ഛൻ വേഗം ബാഗ് റെഡിയായി കൊടുത്തു. അച്ഛമ്മോടും അച്ചാച്ചനും ബൈബറിനും കാറി കയറി ഞങ്ങൾ പോവുകയാണ്. പാക്കും ഭയങ്കര വിഷമവും ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും കാണിക്കണില്ല കേട്ടോ. ജിനോൻ്റെ സ്കൂളാണത്, സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളാണ്. അപ്പോൾ എത്തിയപ്പോൾ ഒരു വിഷമം ഉണ്ടായെങ്കിലും കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ ഹാപ്പിയായി. ചെന്നപ്പോൾ തന്നെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ തേജസ് കണ്ണനെ കണ്ടു. അപ്പോൾ സന്തോഷമായിട്ടോ. അത് കഴിഞ്ഞത് തേജസ് കണ്ണനായിട്ടത് ഒളിച്ചു കളിയൊക്കെ ആയി. കഴിഞ്ഞ കൊല്ലത്തെ കുട്ടികളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അവർക്കൊന്നും കൂടി ഒരു സമാധാനവും സന്തോഷമൊക്കെയാണ്. അത് ജിനോൻ്റെ ക്ലാസ്സിലെ ശ്രീകുട്ടി. പിന്നെ അവിടെ KG ഫെസ്റ്റ് കിടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡുകാരുടെ വെൽക്കം ഡാൻസ് ആയിരുന്നു. കുഞ്ഞുമക്കൾ ഡാൻസ് കളിക്കണ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമായല്ലേ. ജിനോ കുട്ടി ഉണ്ടായതിനു ശേഷം ഞാനതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അവിടെ കുറേ കുട്ടികളുടെ കുഞ്ഞുമക്കളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ജിനോയും കൂട്ടുകാരൊക്കെ കൂടി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഫ്രണ്ടിലൊക്കെ പോയി നിന്ന് കാണുന്നുണ്ടായിട്ട് ഒരാൾ. ഭയങ്കര രസമാണ്. നമുക്ക് ഈ പിള്ളേരെ നേരം പോകണം അറിയില്ല. ഒരാളിതേ മുടിയൊക്കെ എന്തെങ്കിലും ടെൻഷൻ വന്നാൽ തലചൊറിഞ്ഞ് മുടിയൊക്കെ കൊളാക്കി വെക്കും. എന്നിട്ട് കൂട്ടുകാരൻ്റെ കൂടെ പോയിട്ട് വലിയ ആളായിട്ട് റോള് കളിച്ച് പോയി ഫ്രണ്ടിൽ നിന്ന് കാണുകയാണ്. ഓരോ കുട്ടികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു എല്ലാവരും. ജിനോക്കുട്ടി അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്ക് എൻ്റെ അച്ഛനാന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ്റെ മുമ്പിലൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇത് ജിനോക്കുട്ടിയുടെ ക്ലാസ്സിലെ തൻവിത മധുവാണ്, ജിനോൻ്റെ മധുചേട്ടൻ്റെ മോള്. അന്ന് അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ജിനോൻ്റെ ക്ലാസ്സിൽ ശങ്കരി, ശിവാങ്കി അങ്ങനെ കുറേ മക്കളെ കളിച്ചു, ഡാൻസ് കളിച്ചു. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ വലിയ കുട്ടികളുടെയും പാട്ടും ഡാൻസും പ്രോഗ്രാമും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും ഇവിടെ ഇങ്ങനെയാണ്. ഓൾറെഡി ഫസ്റ്റ് സ്റ്റാൻഡേർഡുകാർക്കൊക്കെ ക്ലാസ് തുടങ്ങി. പക്ഷേ LKG UKG ഒരു ഫെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് വേറൊരു സെപ്പറേറ്റ് ദിവസം വയ്ക്കും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 1-ാം ക്ലാസ്സുകാർക്ക് കുട്ടികൾക്ക് വേറെ കൊടുക്കും. പിന്നെ അവിടെ സെൽഫി പോയിൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ സരസ്വതി മണ്ഡപമുണ്ട്. അന്നത്തെ ദിവസം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. കാര്യമില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടുള്ള മഴ. അത് കഴിഞ്ഞ് നമ്മളവിടെ സരസ്വതി മണ്ഡപത്തിൻ്റെ അവിടെ പൂജയുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ദീപം കത്തിച്ച് വെച്ച് പുഷ്പം ഇട്ട് സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ നല്ലൊരു കാര്യമാണല്ലോ. ഫസ്റ്റ് ഡേ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റിവിറ്റി എല്ലാ കൊല്ലവും നടക്കുന്നതാണ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ ഞങ്ങളെ പോയി പ്രാർത്ഥിച്ചു, ദീപം കത്തിച്ചു, പൂവൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഓരോരുത്തർക്കും ലഡു കൊടുത്തു. പിന്നെ ബലൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ ജിനോക്കുട്ടിക്ക് റെഡ് ബലൂൺ തന്നെ വേണം. പിന്നെ തലയിൽ തൊപ്പി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലേറ്റായി, അപ്പോൾ തൊപ്പിയൊന്നും കിട്ടിയില്ല. ഇത്തവണ എല്ലാം കിട്ടി. ആളെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം കലാക്ഷേത്രം എന്ന് പറഞ്ഞ സെപ്പറേറ്റ് സെക്ഷനിലാണ് LKG UKG പിള്ളേർ. അപ്പോൾ ഒരാൾ അച്ഛക്ക് ബായ് പറഞ്ഞ് വിടുക. സാധാരണ ഏട്ടനും ഞാനൊക്കെ ആക്കിയിട്ട് പോവാറാണല്ലോ. പക്ഷെ ഇന്ന് ഞങ്ങളും കൂടെ ഉണ്ട്, ഒരുമിച്ച് കൊണ്ടുപോകും. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ LKG UKG പിള്ളേർ മാത്രമേ ഉള്ളൂ. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സെക്ഷനാണ്. അത് ഭയങ്കര നല്ലതാണ്. കാരണം അവർക്ക് പ്രത്യേക കെയറും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ജിനോൻ്റെ ക്ലാസ് പഴയ കുട്ടികളും പഴയ ടീച്ചറും തന്നെയാണ്. ജെസി മാമാണ് അവൻ്റെ ടീച്ചർ. അവന് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടീച്ചറാണ്. മാമാന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് പാതി സമാധാനമായി. അവൾ കുട്ടികൾക്കും അവിടെ മിക്ക അമ്മമാരും ഞങ്ങൾ അത് തന്നെ പറയായിരുന്നു. കാരണം മാം അത്ര നന്നായിട്ട് അവരെ പഠിപ്പിക്കും.
കാരണം അവനും എനിക്ക് പിന്നെ വീട്ടിലൊന്നും അധികം പഠിപ്പിക്കേണ്ട വന്നിട്ടില്ല. അവനും ഹാപ്പിയാണ്. എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയുള്ള ആൻറ്റിമാരും ഒക്കെ ഭയങ്കര കെയറിങ്ങാണ്. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ ആൻറ്റി അല്ല, ഈ കൊല്ലത്തെ ആൻറ്റി വേറെ ആൻറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ജിനോക്കുട്ടിയുടെ ബലൂൺ അതിൻ്റെ ഇടയിൽ പൊട്ടിപ്പോയി കരച്ചിലായി. അപ്പോൾ ആൻറ്റി വന്നിട്ട് ജിനോക്കുട്ടിക്ക് വേറെ ബലൂൺ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ബ്ലൂ കളർ ബലൂണാണ്, ആൻറ്റിക്ക് അറിയില്ലല്ലോ ചുമപ്പ് വേണമെന്ന്. എന്നിട്ട് ആൻറ്റിനോട് റെഡ് വേണമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി പിന്നെ കൊണ്ടുപോയിട്ട് റെഡ് കൊടുത്തപ്പോഴാണ് ആൾക്കൊരു സമാധാനമായത്. ഇത് കിട്ടി, ആളെ ഹാപ്പി ആയിട്ടുണ്ട്. മോൻ കരയണ കണ്ടപ്പോൾ നെല്ലിക്കയിൽ കൂടി കണ്ടിട്ട് അച്ഛൻ പോയിട്ട് എവിടെ നിന്നാന്നറിയില്ല വീണ്ടും ഒരു ബലൂണും കൂടി കൊണ്ടുപോയി കൊടുത്തു. ആക്കങ്ങനെ 2 ബലൂൺ കിട്ടി. 2 ബലൂൺ കിട്ടിയേ ഒരാള് 2 ബലൂൺ കിട്ടി ഇവിടെ. സന്തോഷമായ. അപ്പം ഇവിടെ വരുമ്പോഴും പോകുമ്പോഴൊക്കെ നമസ്തേ ആട്ടോ. അത് കഴിഞ്ഞിപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകും, അതുകൊണ്ട് ആൾ ഹാപ്പിയാണ്. അപ്പം നാളെ മുതൽ ഇനി ഓട്ടോ മാമനുണ്ട്, ഷൈമാമൻ്റെ കൂടെയാണ് പോണത്. അത് ഭയങ്കര ഇഷ്ടമാട്ടോ ആൾക്ക്. ഇന്നിപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാണ്. വീട്ടിൽ പോവാ. ബലൂൺ പൊട്ടിയപ്പോ കളറും ബലൂണിന്റെ കൊടുത്തു. അപ്പൊ പിന്നെ ഇതെന്താന്ന് പറഞ്ഞു, ചൊമ്പ് തന്നെ വേണമല്ലോ. ആന്റി മാറിപ്പോയി ചൊമ്പ് എടുത്തുണ്ടേ കൊടുത്ത് കുട്ടിയോടുകൂടി. അങ്ങനെ നാളെ മുതൽ പുതിയൊരു എന്താ പറയുക യുദ്ധം തുടങ്ങുകയാണ്. അപ്പം ഇന്ന് നമ്മൾ പോവാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് യുവർ വീഡിയോ.